എല്ലാ പ്രേക്ഷകർക്കും അഷ്റഫ് ഫുറി മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പ്രണയിക്കാൻ നീയില്ലെങ്കിൽ പിന്നെ എനിക്ക് എങ്ങനെ സന്തോഷിക്കാൻ കഴിയുന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പ്രണയിക്കാൻ നീയില്ലെങ്കിൽ പിന്നെ എനിക്ക് എങ്ങനെ സന്തോഷിക്കാൻ കഴിയും? ഈ ലോകത്ത് എന്തൊക്കെ എനിക്ക് ലഭിച്ചാലും, എന്തൊക്കെ ആളുകൾ എനിക്ക് നൽകിയാലും, ഏതധികാരം എനിക്ക് നൽകിയാലും ഞാൻ നിന്നെയാണ് തേടുന്നത്. എൻ്റെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ. നിന്നെ കാണാൻ വേണ്ടിയാണ് ഞാൻ സഞ്ചരിക്കുന്നത് തന്നെ. നിന്നെ കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ ജീവിക്കുന്നത് തന്നെ. എൻ്റെ ജീവിതത്തിൽ നിൻ്റെ പ്രണയം മാത്രമേ എനിക്ക് പ്രധാനപ്പെട്ടതായിട്ടുള്ളൂ. നിന്നെ കണ്ട് അന്നു മുതൽ, നീ എൻ്റെ ഹൃദയത്തിലേക്ക് കയറിയ അന്നു മുതൽ ഞാൻ ആഗ്രഹിക്കുന്നത് നിന്നെ മാത്രമാണ്. അതിനു മുമ്പ് എനിക്കുണ്ടായിരുന്നവർ, അതിനു മുമ്പ് എനിക്കുണ്ടായിരുന്ന ഉത്തരവാദിത്തങ്ങൾ, എൻ്റെ അവകാശങ്ങൾ, എൻ്റെ നിലനിൽപ്പുകൾ, ഇപ്പോൾ അതൊന്നും എൻ്റെ മനസ്സിലില്ല. കേവലം നിന്നെ സ്നേഹിക്കാൻ വേണ്ടി മാത്രം ഉള്ളൊരു ജീവിതം. നിൻ്റെ പ്രണയം ഞാൻ അത്രത്തോളം എന്നിലേക്ക് ആവാഹിച്ചിരിക്കുന്നു. നിൻ്റെ പ്രണയമില്ലാതെ എനിക്ക് ഒരു തരിമ്പ് പോലും മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇനി നീ എന്നെ പ്രണയിക്കുന്നില്ല എന്നോട് പറഞ്ഞാൽ പോലും ഞാൻ നിന്നെ പ്രണയിച്ചു കൊണ്ടേയിരിക്കും. നിൻ്റെ വാക്ക്, നിൻ്റെ മറുപടി, അതൊന്നും എന്നെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടതല്ല. ഞാൻ സ്നേഹിച്ചത് നീ എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടോ, നീ എന്നെ നാളെ സ്നേഹിക്കും എന്നുള്ള ഉറപ്പ് കൊണ്ടോ ഒന്നുമല്ല. ഞാൻ നിന്നെ സ്നേഹിക്കുകയായിരുന്നു. അതിൻ്റെ അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ ഞാൻ ഒന്നിനും വേണ്ടി കാത്തു നിൽക്കുന്നില്ല. ഞാനത് ശ്രദ്ധിക്കുന്നു പോലുമില്ല. നിൻ്റെ പ്രണയം, അത് നിൻ്റെ ഇഷ്ടം. പക്ഷെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് എൻ്റെ തീരുമാനമാണ്, എൻ്റെ ഉറപ്പാണ്, എൻ്റെ വിശ്വാസമാണ്. നീ ഉള്ളപ്പോൾ നിന്നെക്കുറിച്ച് ചിന്തിക്കും, നീ ഇല്ലാത്തപ്പോഴും നിന്നെക്കുറിച്ച് ചിന്തിക്കും, നീ അടുത്തേക്ക് വരുമ്പോഴും നിന്നെക്കുറിച്ച് ചിന്തിക്കും. നീ അകന്നു പോയാലും നിന്നെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ എനിക്കാവില്ല. കാരണം എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ, അത് നീയാണ്. ഞാൻ നിന്നെ കണ്ടെത്തുന്നതിന് മുമ്പ് ഞാൻ എങ്ങനെ ഈ ഭൂമുഖത്ത് ജീവിച്ചിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് എനിക്കിപ്പോൾ വ്യക്തമായ കാഴ്ചപ്പാടില്ല. നിന്നെ കണ്ടെത്തുന്നതിന് മുമ്പ് എനിക്കിപ്പോൾ ഒരു ജീവിതം ഉണ്ടായിരുന്നോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. കാരണം എനിക്കൊന്നും ഓർക്കാൻ കഴിയുന്നില്ല. നിന്നെ കണ്ടെത്താതെ പോയിരുന്നെങ്കിൽ എൻ്റെ ജീവിതം ഒരു ജീവിതമാകുമായിരുന്നില്ല. നീയായിരുന്നു എല്ലാം. ഇപ്പോഴും നീയാണെല്ലാം. നാളെയും നീ തന്നെയായിരിക്കും എൻ്റെ എല്ലാം. നിന്നെ ഞാൻ സ്നേഹിച്ചത് സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയായിരുന്നില്ല, അങ്ങനെ ആയിരിക്കുകയുമില്ല. നിന്നെ ഞാൻ സ്നേഹിച്ചത് ഒന്നിനും വേണ്ടിയല്ല, കേവലം നിന്നെ സ്നേഹിക്കാൻ വേണ്ടി മാത്രമല്ലാതെ ഒന്നിനെക്കുറിച്ചും ഞാൻ ആശങ്കപ്പെടുന്നില്ല. എൻ്റെ ജീവിതം, എൻ്റെ ഉത്തരവാദിത്തം, എൻ്റെ നേട്ടങ്ങൾ, എൻ്റെ മുന്നേറ്റങ്ങൾ ഞാൻ നേടുക, വെട്ടിപ്പിടിക്കുക, എന്നെ ആളുകൾ അനുസരിക്കുക, എന്നെ ആളുകൾ വാഴ്ത്തിപ്പാടുക, അതൊന്നും എൻ്റെ നിഘണ്ടുവിലില്ല. ആളുകൾ എന്തു വേണമെങ്കിലും ചെയ്തു കൊള്ളട്ടെ. എന്നെ അവഗണിക്കുകയോ എന്നെ തിരസ്കരിക്കുകയോ ഇനി എന്നെ അംഗീകരിക്കുകയോ അംഗീകരിക്കാതിരിക്കുകയോ അതൊന്നും എന്നെ സംബന്ധിച്ച് ഒന്നുമല്ല. ഞാൻ കേവലം നിൻ്റെ പ്രണയത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്നു. ഞാൻ കാണുന്നതും അറിയുന്നതും നിന്നെ മാത്രമാണ്. നീ എൻ്റെ മുൻപിലില്ലെങ്കിലും ഞാൻ നിന്നെക്കുറിച്ച് ഓർക്കുന്നു. നീ എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒരു അവയവമായി എന്നേ ഇരിക്കുന്നതാണ്. നിന്നെ അല്ലാതെ മറ്റാരെയും പ്രണയിക്കാനോ നിന്നെ അല്ലാതെ മറ്റാരെയും ഇഷ്ടപ്പെടാനോ എനിക്കാകില്ല. എൻ്റെ ഹൃദയം ഞാൻ നിനക്ക് വേണ്ടി മാത്രം നൽകുന്നു. എന്തുകൊണ്ട് നിന്നെ കണ്ടുമുട്ടാൻ വൈകി? എന്തുകൊണ്ട് നിന്നെ മനസ്സിലാക്കാൻ വൈകി?
അത്തരം ചോദ്യങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയില്ല. നിന്നെ കണ്ടുമുട്ടിയത് ജീവിതത്തിൽ മരിക്കുന്നതിന് തൊട്ടു മുമ്പുള്ളൊരു നിമിഷത്തിലാണെങ്കിലും നിന്നെ എനിക്ക് സ്നേഹിക്കാൻ, നിന്നെ എനിക്ക് മാത്രമായി ലഭിക്കാൻ, നിൻ്റെ ഹൃദയം കീഴടക്കാൻ ഇതൊന്നും എനിക്ക് സാധിച്ചില്ലെങ്കിൽ കൂടിയും ഞാൻ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. ചിലപ്പോൾ അവസാന ലാക്കിലായിരിക്കും നീ എന്നെ സ്നേഹിക്കുന്നത്. നീ എന്നെ മനസ്സിലാക്കുന്നത് അവസാനമായിരിക്കും. ഇപ്പോൾ നീ എന്നെ അവഗണിക്കുകയും ഇപ്പോൾ നീ എന്നെ മനസ്സിലാക്കാതെ പോവുകയും എൻ്റെ മനസ്സിലുള്ള സ്നേഹത്തിൻ്റെ വില നീ അറിയാതെ പോവുകയും ചെയ്തേക്കാം. അത് നിൻ്റെ തീരുമാനമാണ്. എനിക്ക് നിന്നോട് പറയാനും പറയാതിരിക്കാനും ഉള്ളത് ഞാൻ നിന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു എന്ന് മാത്രമാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു വാക്കോ ഒരു പ്രവൃത്തിയോ ഒരു ഉറപ്പോ എനിക്ക് നൽകാൻ കഴിയുന്നില്ല. എൻ്റെ ഉറപ്പ് എൻ്റെ ജീവൻ്റെ വിലയുണ്ട്. എൻ്റെ ഇഷ്ടത്തിനും എൻ്റെ സ്നേഹത്തിനും എൻ്റെ ജീവൻ്റെ വിലയുണ്ട്. ഞാൻ ആഗ്രഹിക്കുന്നത് നിന്നെ സ്നേഹിക്കാനാണ്. ഞാൻ ഇഷ്ടപ്പെടുന്നത് നിന്നെ മാത്രം സ്നേഹിക്കാനാണ്. നീ എന്നെ സ്നേഹിച്ചാലും ഇല്ലെങ്കിലും ഞാൻ നിന്നെ സ്നേഹിച്ചു കൊണ്ടേയിരിക്കും. നീ തീരുമാനം മാറ്റുന്നത് വരെ അല്ല, നീ തീരുമാനം മാറ്റിയാലും ആ തീരുമാനം എനിക്കെതിരാണെങ്കിലും ഞാൻ നിന്നെ സ്നേഹിക്കും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ല, നിൻ്റെ തീരുമാനങ്ങൾ ഞാൻ ശ്രദ്ധിക്കുന്നില്ല. നിൻ്റെ എന്നല്ല, ഈ ലോകത്ത് ആരുടെയും തീരുമാനങ്ങൾക്ക് പുറകെ ഞാനില്ല. ഞാനൊരു കാര്യമേ ചെയ്യുന്നുള്ളൂ. എൻ്റെ ഹൃദയത്തോട് നിന്നെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നെ കുടിയിരുത്താൻ ആഗ്രഹിക്കുന്നു. നീ മാത്രം. നീയല്ലാതെ ഒന്നും എൻ്റെ മനസ്സിലില്ല. അപ്പുറത്തും ഇപ്പുറത്തും ഇനി അങ്ങേപ്പുറത്തും ഒരിടത്തും കേവലം ഈ ഭൂമി, ഈ പ്രപഞ്ചം അത് നീ മാത്രമാകുന്നു. നിൻ്റെ വാക്ക്, നിൻ്റെ പ്രവൃത്തി, നിൻ്റെ ചിരികൾ, നിൻ്റെ എന്നോടുള്ള സംസാരം അത് കുറവാണെങ്കിലും അതേക്കുറിച്ചുള്ള എൻ്റെ ഓർമ്മകൾ, എൻ്റെ പേരെടുത്ത് നീ പറഞ്ഞ നിമിഷങ്ങൾ, എന്നെക്കുറിച്ച് ഞാൻ അറിയാതെ നീ അന്വേഷിച്ചത്, അങ്ങനെ ഞാനും നീയും തമ്മിലുള്ള വാക്കും പ്രവൃത്തിയും നോട്ടവും ചിരിയും എന്തുമായിക്കൊള്ളട്ടെ, ഒരുപക്ഷെ പിണക്കവും വാശിയും എല്ലാം, അതൊക്കെയാണ് എൻ്റെ സബ്ജക്റ്റ്, അതൊക്കെയാണ് എൻ്റെ വിഷയം. മറ്റൊന്നും എന്നെ ബാധിക്കുന്നതല്ല. ഞാൻ പോലും എന്നെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതല്ല. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് നീ മാത്രമാണ് പ്രധാനം. നിന്നെ സ്നേഹിക്കാനല്ലെങ്കിൽ ഈ ജീവിതം എന്താണ്? ഒന്നുമില്ല, ഒരു പാഴ് ജീവിതം മാത്രമാകും. പക്ഷേ ഞാൻ നിന്നെ പ്രണയിച്ചുകൊണ്ടേയിരിക്കും. നീ എന്നെ പ്രണയിച്ചാലും ഇല്ലെങ്കിലും, ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇതെൻ്റെ തീരുമാനമാണ്, ഇതെൻ്റെ വാക്കാണ്, എൻ്റെ ജീവിതമാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.